ഗൈസ് നമ്മൾ താജ്മഹൽ കാണാൻ പോകും. നമ്മൾ താജ്മഹലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമുക്ക് താജ്മഹലിലോട്ട് നടക്കാനുള്ളൂ. നടക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഈ ടാക്സി പോലത്തെ ഈ വാഹനവും ഉണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് എൻജോയ് ആയിട്ട് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നടന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ പിള്ളേരും ഉണ്ട്. എല്ലാവരും താജ്മഹൽ കാണാൻ പോണ ഈ ഒരു ത്രില്ലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ താജ്മഹലിലോട്ടുള്ള റോഡ് വേ. ദെൻ നമ്മൾ എൻട്രി കഴിഞ്ഞ് ഫസ്റ്റ് കാണുന്നത് ഇങ്ങനെ ഒരു പ്ലേസാണ്. കുറച്ചും കൂടി നടന്നാലേ നമുക്ക് താജ്മഹലിലോട്ട് എത്താൻ പറ്റൂ. അങ്ങനെ നമ്മൾ സെക്കൻഡ് എൻട്രി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ഗൈഡുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രെയിൻ ഇറങ്ങി ആദ്യം കാണാൻ വന്നത് താജ്മഹലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. വലിയ ക്ലിയർ ഒന്നുമില്ലെങ്കിലും കിട്ടിയതെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. അപ്പോൾ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് പോലെ ഭൂമിയിലെ സ്വർഗത്തിലെ ഒന്നായ താജ്മഹൽ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ എല്ലാവരും താജ്മഹൽ കാണാൻ പോകണം. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയിൽ വളരെ റേറ്റ് കുറവിനൊക്കെ പാക്കേജുകളെല്ലാം കിട്ടും. അപ്പം എന്താ പറയുക, സുഖമായിട്ട് പോയി വരാം. ഒന്നും അറിയണ്ട, നമുക്ക് കുറച്ച് പൈസ ചിലവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പാക്കേജുകാർ സെറ്റാക്കി തരും. അങ്ങനെ ഫൈനലി നമ്മൾ ഏകദേശം താജ്മഹലിൻ്റെ എൻട്രി പ്ലേസിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് നമ്മൾ എപ്പോഴും റീലൊക്കെ കാണുന്ന താജ്മഹലിൻ്റെ ആയ ഒരു മെയിൻ എൻട്രി പ്ലേസ്. ആൻഡ് ഫൈനലി നമ്മൾ താജ്മഹലിൻ്റെ അടുത്തെത്തി ഗൈസ്. ഇതാണ് നമ്മൾക്ക് കിട്ടിയ വ്യൂ. ഫോണിൽ കിട്ടിയില്ലെങ്കിലും നേരിട്ട് കാണാൻ പറഞ്ഞ സന്തോഷം, നേരിട്ട് കാണാൻ പറ്റണ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മസ്റ്റ് ട്രൈ, എല്ലാവരും പോയി കാണണം, കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. താജ്മഹലിൻ്റെ സൈഡിലൂടെ നമുക്ക് യമുന നദി പോണത് കാണാം. ഞങ്ങൾ പോയപ്പോൾ വെള്ളമൊന്നും ഉണ്ടായില്ല, വറ്റിക്കിടക്കായിരുന്നു ഗൈസ്. കുറച്ച് നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ ജീവിതത്തിൽ ആകെ ഒരിക്കൽ അല്ലെങ്കിൽ ആദ്യമായിട്ടുണ്ടായൊരു എക്സ്പീരിയൻസ് ആണ്. കാണണം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫോണിൽ പകർത്തിയ ചെറിയൊരു വീഡിയോ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ താജ്മഹലിൻ്റെ അകത്ത് മരങ്ങളിൽ നമ്മൾ ഇഷ്ടം പോലെ പക്ഷികളെ കാണാൻ പറ്റി. മൈന, തത്ത, അതുപോലെ ഇഷ്ടം പോലെ പക്ഷികൾ. ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല രസമാണ്. അപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസ് താജ്മഹൽ കാണാൻ പോയപ്പോൾ ഉണ്ടായി. പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായ പ്രകൃതിയോട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയ കാഴ്ചകൾ നമുക്കതിൽ കാണാൻ പറ്റി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.